നമസ്തേ ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ അനുകൂലവാദികളെന്ന് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടി CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ സ്മരണികയിലാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശം. എല്ലാ കാലത്തും മുസ്ലിം ലീഗിന് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഹിന്ദുക്കൾ ഭരിക്കുമെന്നും മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവില്ലെന്നും അന്നത്തെ മുസ്ലിം ലീഗ് നേതാവ് സീതി സാഹിബ് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു ലീഗിൽ ആവശ്യമെന്നും പാലോളി മുഹമ്മദ് കുട്ടി സ്മരണികയിൽ കുറിച്ചു. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദികളോ. BJP നേതാവ് PC ജോർജ്, ഇടതുമുന്നണി നേതാവ് ഡോക്ടർ PM സുരേഷ് ബാബു, യൂത്ത് ലീഗ് നേതാവ് CK ഷാക്കിർ എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെയും ഈ സ്മരണികയിൽ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് എന്താണ് എന്ന് ഞാനൊന്ന് അതിഥികളുടെയും അതുപോലെ പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം. ചോദ്യം ഇതാണ്: മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം വരാനുണ്ടായ കാരണം എന്താണ്? അതിന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം ഇതാണ്: മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിലുള്ള പ്രമാണിമാരായ ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ച പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായ നിലപാട് ബ്രിട്ടീഷുകാരിൽ നിന്നും ലഭിച്ചു. അന്ന് മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് KM സീതി സാഹിബ്, സത്താർ സേട്ട് എന്നിവരായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സീതി സാഹിബ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടുടുക്കുന്നവരാണ്, ഹിന്ദുക്കൾ ആണെങ്കിൽ വലത്തോട്ടും. മുസ്ലിങ്ങൾക്ക് ചാണകം നജസ്സാണ്, ഹിന്ദുക്കൾക്ക് പുണ്യവും. ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്ന ചോദ്യമായിരുന്നു സീതി സാഹിബിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. ഷാക്കിർ, പാലോളിയെപ്പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിൻ്റെ ജൽപ്പനങ്ങളല്ല ഇത്. ഒരു ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ ആകസ്മികമായി അഭിപ്രായം പ്രകടിപ്പിച്ചതുമല്ല. വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള പരാമർശം. മാത്രമല്ല, മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മനസ്സും ആ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തെ പോലെ അറിയാവുന്ന മറ്റൊരാളുമില്ല. മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ അനുഭാവത്തെപ്പറ്റി പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് നിരാകരിക്കാനാവുമോ? ഷാക്കിർ. മുസ്ലിം ലീഗിനെ കുറിച്ച് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 1948 മുതൽ ഇപ്പോൾ 2025 വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് വളരെ പരസ്യമായിട്ടാണ്. അതിൻ്റെ നിലപാട് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ്. പിണറായി വിജയൻ എന്ന കൊള്ള സംഘത്തിന് കൊള്ള നടത്താനുള്ള മറയാക്കി CPMൻ്റെ ക്ഷുദ്രജീവികളായിട്ടുള്ള നേതാക്കന്മാർ ഓരോ ആഴ്ചയിലും ദിവസങ്ങളിലും മാറി മാറി വിവാദങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഇപ്പോൾ CPMൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ കഴിഞ്ഞു. അവിടെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് SDPI പോലെയുള്ള തീവ്രവാദികളെക്കുറിച്ച് മുസ്ലിം ലീഗും UDFും വോട്ട് വാങ്ങുന്നു എന്നാണ്. നിങ്ങൾ നോക്കണം, അതിൻ്റെ 2 ദിവസം മുമ്പാണ് താനൂരിൽ വിജയിച്ച CPMൻ്റെ നേതാവ്, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന അബ്ദുറഹ്മാൻ, SDPI ഉൾപ്പെടെയുള്ള സകല തീവ്രവാദികളുടെയും വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. എന്നിട്ട് നേരെ മറിച്ച് മുസ്ലിം ലീഗിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും ആ ആരോപണത്തിൽ തറച്ചിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് വിലപ്പോവില്ലെന്ന് മാത്രമല്ല, ഈ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന 1946 മുതൽ 48 വരെ ഹൈദരാബാദിലെ നൈസാമിന് വേണ്ടി ആ സൈന്യത്തിൽ ഇന്ത്യക്കെതിരെ പണിയെടുത്ത പോരാളിയായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി എന്ന രാജ്യദ്രോഹിയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാജ്യസ്നേഹികൾക്ക് ഈ കാര്യത്തിൽ ആവശ്യമില്ല. മാത്രവുമല്ല, 1969 മലപ്പുറം ജില്ല പിറവിയെടുക്കുന്നത്. ഇന്ത്യ രാജ്യം നിലവിൽ വരുന്നത് എന്നാണ്? പാകിസ്ഥാൻ നിലവിൽ വരുന്നത് എന്നാണ്? ഇയാളുടെ പ്രായം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ? അതല്ല മറ്റാരെങ്കിലും ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി? നിങ്ങൾ നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചല്ലോ, ഇത് അദ്ദേഹം ഒരു ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞതല്ല, ആലോചിച്ച് പറഞ്ഞതാണെന്ന്. ആലോചിച്ച് പറഞ്ഞു തന്നെയാണ്. കൃത്യമായ ഗൂഢാലോചനയിൽ പിണറായി വിജയന് 1.5 കൊല്ലം കൂടി കേരളത്തിൽ കട്ടുമുടിക്കാൻ, ജനകീയ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒന്നും ചർച്ചയാവാതിരിക്കാൻ നിങ്ങൾ നോക്ക്, വിജയരാഘവനും
പി മോഹനനും ഗോവിന്ദനും പാലോളി മുഹമ്മദ് കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്താ പറയുക, ചരിത്രമറിയുന്ന ഏതൊരാളും വളരെ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു 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 പിന്നെ കുറിപ്പാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേരിൽ CPM ആസൂത്രിതമായി പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്കറിയാമല്ലോ, മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം എന്ന പദം പ്രയോഗിച്ചും ഇവർക്ക് എന്താ പറയുക, രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലൂടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. RSSനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിനേക്കാളും വലിയ ഹിന്ദുത്വവാദികൾ എന്ന് ആളുകൾക്കിടയിൽ പ്രചരണം നടത്തി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള വോട്ട് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്. മലയാളക്കരയിലോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തോ വിലപ്പോകുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മലപ്പുറവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാഹോദര്യത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും കഴിഞ്ഞുകൂടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്തെ കുറിച്ച് ഇവർക്ക് അതിന്റെ ചോദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ മതി. പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഇത്ര മേധാവിത്വം എന്നാണ്. ആ മേധാവിത്വത്തിലുള്ള എന്താ പറയുക, ഇവർക്കുള്ള വിരോധമാണ് പാലോളി മുഹമ്മദ് കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാരും ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. പാലോളി മുഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആളുകളും ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ്, രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മലപ്പുറത്തുകാർക്കോ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് എടുത്താൽ മലപ്പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്ത് മറ്റ് സ്ഥലങ്ങളിലും നിങ്ങൾ മഹാനായ സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞത് സത്യത്തിൽ വളരെ ഖേദകരമാണ്. മഹാനായ സീതി സാഹിബിനെ നിങ്ങൾക്കറിയോ? ചെറിയ പ്രായത്തിൽ ലോ കോളേജിൽ വെച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഇല്ല പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞു? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പാലോളി മുഹമ്മദ് കുട്ടിയെയും CPM-കാരെയും അനാവശ്യ തോന്നിവാസം പറയരുത്. നിങ്ങൾ നോക്ക്, മഹാത്മാഗാന്ധിജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പെട്ട ആളാണ് ആര്? സീതി സാഹിബ്. അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു, മദ്രാസ് നിയമസഭയിൽ അംഗമായിരുന്നു, കേരള നിയമസഭയിൽ അംഗമായിരുന്നു, സ്പീക്കറായിട്ട് 1961 മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹം എങ്ങനെയാണ് 1969 വന്ന മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പറയുന്നത്? ചരിത്രത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലേ? നമ്മൾ മലയാളികളെ പൊട്ടന്മാരാക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാരാണ് എന്നാണോ ഈ പാലോളി മുഹമ്മദ് കുട്ടിയും CPM വരെ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് തോന്നിയാസം വിളിച്ചു പറയാമെന്നുള്ളത്. ഷാക്കിർ ഞാൻ വരാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, പാലോളി മുഹമ്മദ് കുട്ടി ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പരിണതപ്പറ്റനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അബദ്ധജടിലമായ ഒരു പ്രസ്താവനയായി മാത്രം ഇതിനെ കാണാൻ പറ്റുമോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അനിൽ നമ്പ്യാർ, പുതുവത്സരാശംസകൾ. അങ്ങേ കുറച്ച് പുതുവത്സരാശംസകൾ അതുകൊണ്ട് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് ഇത് ഒരു എഴുതിയിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലും ഒരു സ്മരണിക പുറത്തിറക്കുമ്പോൾ അതിനകത്തുള്ള പ്രതികരണത്തിലാകുമ്പോൾ അതിനകത്തൊരു ആലോചനയൊക്കെ എന്തായാലും നടന്നു കാണും. ആലോചിക്കാതെയൊന്നും പറഞ്ഞതായിരിക്കില്ല. ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് തോട്ട്സ് എന്ന അർത്ഥം വരുന്ന ഒരു ആകസ്മികമായ ഒരു ആ ചിന്തയുടെ പ്രതിഫലനം പ്രതിസ്ഫുരണം എന്നൊന്നും അതിനെ ഞാൻ കരുതുന്നില്ല. അത് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അത് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന ഒരു 1942 ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഏതായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും, സ്വാതന്ത്ര്യം ഇന്ത്യക്കാർക്ക് കൊടുക്കും എന്ന ഘട്ടം വരുമ്പോഴേക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യവും കൂടി വേണം എന്ന വാദഗതി മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും എല്ലാ മുസ്ലിമുകളും ഈ പാകിസ്ഥാൻ വാദികളാണ് എന്ന വാദത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞാലും ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതൃത്വം, മുഹമ്മദ് അലി ജിന്നയുടെയോ മറ്റൊക്കെ അന്നത്തെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ രാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് ആർക്കും ചരിത്രപരമായ വസ്തുതയായതുകൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും ആ സ്വാതന്ത്ര്യം 47 കിട്ടി, 48 വിഭജനം കൊണ്ടുള്ള തർക്കവും നൗഖാലിയും കൊലയും രാഷ്ട്രപിതാവായ
ഗാന്ധിജിയുടെ കൊലപാതകവും തുടങ്ങിയിട്ടുള്ള എല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോട് കൂറു പുലർത്താത്ത മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അവർ വിഘടനവാദികളായിട്ടുള്ള ആളുകളും എല്ലാത്തിലും ഉണ്ടല്ലോ. അങ്ങനെ ഉള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മുസ്ലിം സമൂഹം ഇന്ത്യ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരും ഇന്ത്യ രാജ്യത്തിനോട് കൂറുള്ളവരുമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നിലവിലുള്ള മുസ്ലിം ലീഗിന് അത്തരമൊരു പാകിസ്ഥാൻ വാദമോ പാകിസ്ഥാനോടുള്ള പ്രത്യേക മമതയോ ഉണ്ടെന്ന് ആര് വ്യാഖ്യാനിച്ചാലും അത് ശരിയായൊരു വ്യാഖ്യാനമല്ല. അതൊരു തെറ്റായ ഒരു സമീപനമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്താവനയെ കാണുന്നത്. എനിക്ക് ആ ലേഖനം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി ഇത്തരം പ്രസ്താവന നടത്തിയത്? സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ചാണോ മുസ്ലിം ലീഗിനെ കുറിച്ചാണോ അതല്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിനെ കുറിച്ചാണോ എന്നതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലെ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ പാകിസ്ഥാൻ വാദഗതിക്കാരോ പാകിസ്ഥാൻ ഭാഗക്കാരോ എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യം 1947 മുമ്പുള്ള 42 ശേഷമുള്ള കാലഘട്ടങ്ങളിലെ മുസ്ലിം ലീഗ് നേതൃത്വം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. PC ജോർജ്, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിമുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല. അതിൽ തന്നെ പൊരുത്തക്കേടില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ. രണ്ടും പുച്ഛത്തോടു കൂടിയാണ്. ഞാൻ എളിമയോട് ഒരു പിണക്കം വേണ്ട, പുച്ഛത്തോടു കൂടി ഞാൻ കാണുന്നത്. ചുമ്മാ ഇന്ന് വിവരക്കേടും കള്ളത്തരവും പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന രൂപം വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടായി, നമ്പ്യാർക്കറിയാമല്ലോ. ആ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ CPM-ന്റെ മന്ത്രി ഉണ്ടല്ലോ, അയാള് CPM-ന്റെ മന്ത്രിയാന്ന് ഓർക്കണം, ഇപ്പൊ രാജിവെച്ചിരിക്കുക, മന്ത്രിയല്ല അയാള്. KT ജലീല്, SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, അന്ന് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി. എന്തിന്? അവിടെ BJP സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ. ഇതിന്റെ മര്യാദ എന്താ? 44,000 വോട്ടാണ് ഒരുമിച്ച് ചെയ്തത്, അറിയാമോ? നിങ്ങൾ രണ്ട് മാന്യന്മാരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടാ പറയുന്നത്. ഈ ഊളത്തരൊന്നും ഞാനിരിക്കുന്നവർക്ക് പറയരുത്, എനിക്ക് തർക്കമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അവർ വോട്ട് ചെയ്തു, എന്നിട്ട് BJP സ്ഥാനാർത്ഥി തോൽപ്പിച്ചു. വലിയ മഹത്വമായി പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ എന്താണ് ഉണ്ടായി? എന്റെ അനുഭവം, ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ലോ, ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് എന്താ ഇത്? 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോൽപ്പിച്ചു. എന്നിട്ട് SDP-യുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം, നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. തുണിവൊക്കെ നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് എൻ്റെ അഭിപ്രായം. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാ അവർ വാദിച്ചത്? ഞാനൊരു സത്യം പറയാം, പാലോളി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വളരെ മാന്യനാണ്. പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും? ഞാൻ പാലോളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറിയത്. നിയമനങ്ങൾ മുഴുവൻ മുസ്ലിമിന് കൊടുത്തത് എങ്ങനെയാണ്? ആ പാലോളിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. മുസ്ലിങ്ങള്
പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 96-ലുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലോളി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് ഇവിടെ മുസ്ലിം കയ്യേറി. ഇവിടെ ഈരാറ്റിവിടെ വില്ലേജ് ചെന്നു, 3 മുസ്ലിങ്ങളാ. ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ വിശ്വകർമ്മചര്യം ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ പട്ടികവർഗം വേണ്ടേ? എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ല ഇത് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCR പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ? അല്ലെങ്കിൽ നമ്മുടെ NSS നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ള എന്നതാ? ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തിലെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദി മുസ്ലിം ആണോ? അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്പ്യാരെ, ക്രിക്കറ്റ് കിടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ ഹേ ഹേ എന്ന് കൈയടിക്കുക. ഹറാം പറഞ്ഞവന്മാര്. അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നതല്ല, കൊളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. എന്നെ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവനാ. അതുകൊണ്ട് പറയുക, നീയൊക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഷാക്കിർ എന്തായാലും ഞാൻ നേരത്തെ PC-യോട് ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് മതേതര പാർട്ടിയായി മാറുന്നത്? അതല്ല, PC-യോട് പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ, പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ? ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ? സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ നമ്പ്യാരെ? തീർച്ചയായും. ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെയുള്ള പരാമർശങ്ങൾ വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. നിങ്ങൾ PC ജോർജ് നോക്ക്, ശ്രീ അനിൽ നമ്പ്യാർ, ഈ PC ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത്? SDP-യുടെ വോട്ടിലല്ലേ? ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആര് വിശ്വസിക്കും? ലൈസൻസ് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട. അതെ, അങ്ങനെയല്ല. ശബരിമലയിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പം ഞാൻ എതിർത്തു. മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം പള്ളികളിലെല്ലാം എനിക്കെതിരായിട്ട് പ്രസംഗിച്ചേ. മുസ്ലിമിനെ അതിനകത്ത് കാര്യം? ശബരിമലയിലെ പെണ്ണുങ്ങളെ കയറ്റുന്ന എവിടെയാണ് വെച്ചിരിക്കുന്നു?
ഈ മലയാളികൾക്ക് മുഴുവൻ അറിയാം. നിങ്ങൾ എന്താ നിങ്ങൾ പി സി ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത്? അല്ലല്ലോ. ഇടതും വലതിനൊക്കെ മാറി ഐക്യമുന്നണിക്ക് മാറി നിങ്ങൾ. ഞാൻ ഒരുത്തരെ കൂടെ നടന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നടന്നിട്ടുള്ളത്. ഞാൻ ഒരു വാർഡിലും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുസൽമാനോട് പാകിസ്ഥാനിൽ പോകാൻ നിങ്ങൾ ഒരു ജനം ടി വി ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റ് പറഞ്ഞോളി, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളി. ജനം ടി വി നമ്മൾ വിഷയത്തിൽ നിങ്ങൾ അത് ഇന്ത്യയിൽ മറ്റുള്ള ആളുകൾ മൊത്തം അല്ല വെല്ലുവിളി വേണ്ട പ്ലീസ്. നമുക്ക് വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ച ചെയ്തോളി, ആ വിഷയം ചർച്ച ചെയ്തോളി. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞോളാം. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു വളരെ മാന്യം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ. പി സി ജോർജ് പറയുന്ന അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോൾ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജനം ടി വിക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ച് തരണ്ടേ? പി സി ജോർജിന്റെ വായിൽ കിടക്കുന്ന തെറി കേൾക്കാൻ ഇരിക്കുകയാണോ ഞങ്ങള്? അതല്ലല്ലോ. യോജിപ്പില്ല. പി സി ആയാലും എനിക്ക് യോജിപ്പില്ല. പ്ലീസ് പി സി അവൻ എന്നെ പറ്റി എന്നെ വൃത്തികേടാ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ചീത്ത വിളിച്ചവനെ. കാക്കാന്റെ സ്വഭാവം ഇതാ, നീ നുണ പറയുക. എന്നോട് എന്നെ പറ്റി മര്യാദയ്ക്ക് പറയും, ഞാൻ മര്യാദയ്ക്ക് വർത്താനം പറയും. എന്നെ പേടിപ്പിക്കണ്ട. റെക്കോർഡാണല്ലോ പി സി ജോർജ് പറഞ്ഞതും ഇവിടെ ജനം ടി വിയിലുണ്ട്. ഉണ്ട്. പിന്നെ ഞങ്ങൾ ആ വിരട്ടിൽ തൽക്കാലം വേറെ ആൾക്കാരെടുത്ത് മതി. വിഷയത്തിലേക്ക് വരാം. ഷാക്കിർ എന്റെ ചോദ്യത്തിന് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ പഴയ ആ ഒരു പ്രേതം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ പ്രേതം ഇപ്പോഴും പല മുസ്ലിങ്ങളിലും ഇല്ലേ എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ എന്തിനാ മറുപടി പറയേണ്ടത്? ശ്രീ അനിൽ നമ്പ്യാർ, ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, ഇന്ത്യ ഒക്കെ ഇല്ലേ? ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ആരാണെങ്കിലും പാകിസ്ഥാനോട് കൂറുള്ള മുസ്ലിം മലപ്പുറത്തില്ലേ? പി സി പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതായത് ഷാക്കിറിനും അറിയാലോ. ഷാക്കിർ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോ അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പാർട്ടിക്കാരുണ്ട്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്തുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇത്ര ബാലിശമല്ല ഷാക്കിർ, അതൊരു റിയാലിറ്റിയാണ്. ഇറ്റ്സ് എ നേക്കഡ് റിയാലിറ്റി, നേക്കഡ് ട്രൂത്ത്. ഒരു സിംഗിൾ പേഴ്സൺ 45 ലക്ഷം ജനങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകൾ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാക്കിറെ. പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നു, തർക്കം വരും. വളരെ മാന്യമായിട്ട് വർത്താനം പറഞ്ഞു. ഞാൻ മാന്യമല്ലാതെ പറഞ്ഞു, ഞാൻ മാന്യമല്ലാതെ പറയും. ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇലക്ഷന്റെ 3 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ആളും KT ജലീൽ എന്ന CPM മുസ്ലിം ലീഗിന്റെ ആളും CPM കാരനാണ്, SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും PDP-യും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ്? ആ 44,000 വോട്ട് ഒരുമിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടുത്തു? എന്താണ് ഉദ്ദേശം? അത് വർഗീയതയല്ലേ? ആ ചോദ്യം ഉത്തരം ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ ശരി. നിങ്ങൾ നേരത്തെയും അത് പരാമർശിച്ചു. നിങ്ങൾ നോക്ക്, PDP പരസ്യമായി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ലേ? PC ജോർജിന് എന്നേക്കാൾ രാഷ്ട്രീയം അറിയാലോ. നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമുള്ളവരാണ്. നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല. നമ്മൾ സൗദി അറേബ്യയിൽ നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ല KMCC നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ഖാലിദ് വലി പാർക്ക് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളാ.
നിങ്ങൾക്ക് ഇന്ന ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളുടെ ഭാഷകളിൽ കുറച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോൾ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പി സി ജോർജ് നിങ്ങൾക്കും അറിയാലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത്തരം ഒരു നീക്കം നടത്തുമോ? മുസ്ലിം ലീഗിനെതിരല്ലേ? ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരല്ലേ? നിങ്ങൾ പിന്നെ നിങ്ങൾ അത് പറയാൻ പാടുണ്ടോ? സത്യം പറയണ്ടേ എന്റെ പൊന്നു അനിയ? ഞാൻ പറഞ്ഞ എന്താ, ഞാൻ കുഞ്ഞാലിക്കുട്ടി കേട്ടോ പറയാം തർക്കം വേണ്ട. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളാ. കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലായപ്പോ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ എന്ന് പറയാൻ ഇനി അങ്ങനെ നിൽക്കുകയും ചെയ്യും. കുഞ്ഞാലിക്കുട്ടി അത്ര ബന്ധമുണ്ട്. പക്ഷെ ഒരു സത്യം, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൂടി? അത് മര്യാദയാണോ? അത് വർഗീയതയുടെ ഭാഗമല്ലേ? അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോഴുള്ള അത് ചെയ്യാൻ പാടില്ല. കുഞ്ഞാലിക്കുട്ടി അവർക്ക് പങ്കെടുക്കാൻ പാടില്ല. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. നിങ്ങൾ ഇല്ലാത്ത കഥയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാത്ത സംഗതി ഞാൻ പറയാം. ആ പുസ്തകത്തിൽ കേരളത്തില് ഇസ്ലാമിക വർഗീയതയ്ക്ക് തുടക്കമിട്ടത് അബ്ദുൽ നാസർ മദനിയാണെന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് PDP-ക്കാര് പ്രകടനം നടത്തി. അന്ന് വൈകുന്നേരം കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ പോയിട്ട് ഇവർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. PDP-യെ നിങ്ങൾക്കറിയില്ലേ? അല്ല PDP-യെ ഗുരുവായൂരിൽ പിന്നെ LDF-നൊപ്പമായിരുന്നു, തലശ്ശേരി നായനാർക്ക് വേണ്ടി LDF-നൊപ്പമായിരുന്നു, ഒറ്റപ്പാലത്ത് LDF-നുമായി ഒപ്പമായിരുന്നു. നിങ്ങൾ നോക്കി, എല്ലാ തെരഞ്ഞെടുപ്പിലും PDP അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി LDF-നൊപ്പമായിരുന്നു. നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈരാറ്റുപേട്ടയിലാണല്ലോ. ഒരു മിനിറ്റ് ഒന്നാ പോട്ടെ. SDPI ഇപ്പൊ നിങ്ങൾ ഈരാറ്റുപേട്ടയിലല്ലേ? PC ജോർജ് ഈരാറ്റുപേട്ടയിലല്ലേ? ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ആ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയത് 69 വോട്ട് LDF സ്ഥാനാർത്ഥിക്ക്. എന്നേക്കാൾ നിങ്ങൾക്കറിയാം. ഞാൻ കണക്ക് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു ഓർമ്മാക്കി തരാം. അവിടെ SDPIക്ക് കിട്ടിയത്, രണ്ടാം സ്ഥാനത്ത് SDPI വരുന്നത് എങ്ങനെയാണ്? മുസ്ലിം ലീഗ് UDF അവിടെ 300 ചിലരം വോട്ട് ജയിക്കുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് CPM മുഴുവൻ വോട്ട് SDPIക്ക് കൊടുത്തത്? ഇപ്പൊ താനൂരിൽ അബ്ദുറഹ്മാൻ എങ്ങനെയാണ് ജയിച്ചത്? PK ഫിറോസ് എന്ന് പറയുന്ന മിടുക്കനായ യൂത്ത് ലീഗിന്റെ നേതാവ് ഒരുപാട് കേരളത്തിലെ സമരങ്ങൾ നേതൃത്വം നൽകിയ ആളെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. മറ്റെല്ലാ പാർട്ടിക്കും PDP-ക്കാരും മുഴുവൻ ആളുകളും അറിയാലോ. SDPI വോട്ട് ചെയ്തത് പിന്നെ അബ്ദുറഹ്മാൻ അല്ലേ? അവിടെ പോയിട്ടാണ് പിണറായി വിജയൻ മെനിയാന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ. കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടി മുസ്ലിം ലീഗിലെ മര്യാദയാണ്. സാക്കിറിനോട് പറയാ, ഞാൻ ഈ വിഷയത്തിൽ ഒന്നും കിടക്കുന്നത് അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പലതുണ്ട്. സാക്കിർ എന്റെ പ്രശ്നം അതല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് എല്ലാ പത്രത്തിലും പടം ഉൾപ്പെടെ വന്നു. കുഞ്ഞാലിക്കുട്ടി KT ജലീലും SDP-യുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് തന്നെ നാണക്കേടല്ലേ ഇത്? അവര് നിങ്ങൾ വർഗീയതയെല്ലാം വിട്ട് മുസ്ലിം മാത്രമായി മാറി. എനിക്ക് വേണ്ട, അനിൽ നമ്പ്യാർക്ക് അയച്ചു കൊടുത്താൽ മതി. കാണിച്ചു കൊടുക്കാം. ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന സംസാരിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും വന്ന് ഞാൻ നാളെ ഞാൻ അയച്ചുതരാം. ഞാൻ സക്കീറിന് അയച്ചു തരാം. മതിയോ? സംശയിക്കണ്ട. ഉണ്ടെന്ന് ഞാൻ കണ്ടതിൽ എനിക്ക് തന്നെ കള്ളം പറഞ്ഞിട്ട് കാര്യം. ഞാൻ അങ്ങനെ കള്ളം പറയുന്നതാണ് സാക്കിറെ. വേറൊന്നും ആലോചിച്ച്, കഴിഞ്ഞ നിയമസഭ പൂഞ്ഞാലി എന്നാ ഉണ്ടായേ? ഇവിടെ SDPI സപ്പോർട്ട് ചെയ്തതാ 2016. അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല. SDP-യുടെ പിന്തുണയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് 28,000 വോട്ട് ജയിച്ചതാ. കഴിഞ്ഞ ഒരു മിനിറ്റ് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം, 2016 SDP-യുടെ വോട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് മലയാളികൾക്ക് പറയാം, എല്ലാവർക്കും പറയാം. ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തവണ പോലും ആ സംഘടന ഉണ്ടായ ശേഷം NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും SDP ആണെങ്കിലും അതിശക്തമായി അവർ എതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അറിയാലോ, അത് ശരിയല്ലേ?
അവരുമായി സാക്കറെ പറയാം, ഏതെങ്കിലും തരത്തിലുള്ള പറയട്ടെ. രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു മിനിറ്റ് എന്തുകൊണ്ടാണ് കേൾക്കൂ. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതക്കും എതിരാണ്, ഭൂരിപക്ഷ വർഗീയതക്കും എതിരാണ്. സാക്കർ കേൾക്കൂ, കേൾക്കൂ സാക്കറെ, എനിക്ക് PC സാക്കറെ ഞാൻ കള്ളം പറയാറില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 27,000 മുസ്ലിം വോട്ടുകളിൽ 300 എനിക്ക് കിട്ടിയത്. മുസ്ലിം ലീഗും SDPIയും നമ്മുടെ PDP എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. എനിക്കതിന് വിരോധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അതിനിവിടെ പള്ളികളിൽ പ്രസംഗിച്ചു, VCOR മുസ്ലിങ്ങളെ വിട്ട് ഹിന്ദുക്കളുടെ കൂടെ കൂടിയെന്ന് പ്രസംഗിച്ചു. എന്തുവാട്ടെ, അതൊക്കെ മണ്ടത്തരം. ഞാൻ അങ്ങനെ ചെയ്തതല്ല. മുസ്ലിം ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പിണറായി വിജയന്റെ നയം ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ എതിർത്തത്. പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് ഇതിനായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പം ഇത് തർക്കമായി, എനിക്ക് അതിനായിട്ട് വോട്ട് ചെയ്തു. ഞാൻ ഇതിനെ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. SDPയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് കേസ് ആയിരുന്നു. PC ജോർജ് ചേട്ടൻ എന്നോട് ചേട്ടാന്ന് വിളിക്കുക, ചേട്ടാ ക്ഷമിക്കണം, ചേട്ടൻ നിങ്ങൾ തോപ്പിച്ചു, അടുത്ത ഞങ്ങൾ തോപ്പിക്കാൻ പോകുന്നു പറഞ്ഞു ജോസഫിനെ. ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല, ആര് നിഷേധിച്ചാലും ആ സത്യം ഒഴിവാകില്ല. സാക്കറിന്റെ അഭിപ്രായത്തിൽ നിന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമായത്. അത് കേരളത്തിൽ വ്യാപകമാണ്. കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കി. കോൺഗ്രസ് LDFും UDFും അല്ലേ ഇവിടെ ഉള്ളൂ. LDFും UDFും മുസ്ലിമിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുകയാണ്. കാരണം അവരുടെ പിന്തുണ വേണം. എന്താ കാര്യം? അവരുടെ വോട്ട് ഇത്ര ശതമാനം കൂടി. വെറും 13% വോട്ടുണ്ടായിരുന്ന മുസ്ലിമിന് ഇപ്പൊ 31% വോട്ടായി. അപ്പൊ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് വോട്ട് വേണം. അതിന് അവരാ കളിക്കുകയാണ്. ആ കളിക്ക് സാക്കറെ നിങ്ങൾ കൂടണ്ട, കൂടിക്കോ, എനിക്കെതിരില്ല. അത് നിഷേധിക്കരുത്. സത്യമായി തന്നെ നിലനിൽക്കും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടുത്തെ വേറെ കാര്യ, മുസ്ലിം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടുത്തെ വിശ്വകർമ്മജനും ഇവിടുത്തെ SC ST കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പറേ വരും. ആ രീതിയിലേക്ക് ആരും പോകുന്നില്ലല്ലോ. ഇപ്പൊ NSS SNDP കൂടെ ഒന്നിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസുമായിട്ട് യോജിച്ച് ഇവിടുത്തെ SNDPയും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട വിശ്വകർമ്മജനും ഇവിടുത്തെ SC ST വിഭാഗം ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ 31% കൊണ്ട് നിൽക്കിയല്ലേ? പിണറായിയുടെ ഉദ്ദേശം എന്താ? SNDPയിലെ 60% ഇപ്പോ CPMലാണ്. ആ 60 കൊടുത്ത് ഒരു 10% കൂടെ കിട്ടുമെന്നാണ് പിണറായി വിജയൻ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ SC ST വിഭാഗങ്ങളെ കൂടെ ചാക്കിട്ടുകൊണ്ട് മുസ്ലിമിന്റെ വോട്ടോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാം. പിണറായി വിജയൻ അല്ലെങ്കിൽ വേറൊരാളെ വരുത്താം. ഇതാ അവരുടെ ശ്രമം. ഇതൊന്നും അറിയാതെ സാക്കിറെ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ വസ്തുതാപരമായി കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എന്നോട് പിണങ്ങണ്ട. എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. സത്യം. എന്റെ തന്തയ്ക്ക് ഒന്ന് വിളിച്ചാൽ 3 തന്തയ്ക്ക് ഞാൻ വിളിക്കും. വേണ്ട. നാടക PM സുരേഷ് ബാബു, എന്തായിരിക്കും മുസ്ലിം ലീഗിനെ എങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണം? ഇപ്പോൾ പിണറായി വിജയൻ എവിടെയൊക്കെ വേദി കിട്ടുന്നോ അവിടെയെല്ലാം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ്. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി അത് ഏറ്റെടുത്തിരിക്കുന്നു. MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുന്നു. എന്താണ് കാരണം? ഒരു ഭാഗത്ത് സനാതന ധർമ്മത്തെ അത് വർത്തമാനകാലത്ത് അശ്ലീലമാണെന്ന് പോലും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മറുഭാഗത്ത് മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്താണ്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്ത് കാൽക്കുലേഷനാണ് ഇവർ നടത്തുന്നത്? അല്ല, അതിനെ കാണുന്നത് പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടാണ്. രാഷ്ട്രീയമായിട്ട് തന്നെ ആണ് എൻ്റെ ഒരു ചിന്ത. അതിൽ ഒരു തരത്തിലും വർഗീയത ഞാൻ ആരോപിക്കുന്നില്ല. രാഷ്ട്രീയമാണ്. എന്താണ് രാഷ്ട്രീയം? ആ രാഷ്ട്രീയം നമുക്ക് ശരിക്കൊരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി നോക്കിയാൽ അതിനകത്ത് ചിലപ്പോൾ വർഗീയതകളൊക്കെ കണ്ടേക്കാം. അതിന് ഏറ്റവും പച്ചയായ ഉദാഹരണമാണ് വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരു രാഷ്ട്രീയമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിരുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗം ഒഴുകി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന ഒരു വസ്തുത അവിടെ ഉണ്ടായി. അപ്പോൾ CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്ത് ഒരു ആലോചന നടത്തുകയാണ്. ക്രമേണ മുസ്ലിം വോട്ടുകൾ നേരത്തെ ഇടതുപക്ഷത്തിന് ലഭ്യമായിക്കൊണ്ടിരുന്ന ഒരു നല്ല ശതമാനം മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു. ആ വോട്ടുകളും ഇടതുപക്ഷത്തിൽ നിന്ന് ഒഴുകി ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക്
പോകുമ്പോൾ അപ്പോൾ ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ സംവിധാനത്തിനോ എതിരായ രാഷ്ട്രീയം മറുപകത്ത് നിന്ന് ഉയർന്നു വരിക സ്വാഭാവികമാണ്. അങ്ങനെ ഉയർന്നു വന്ന് ജനങ്ങളിൽ അത് ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എതിരായ ഒരു സമീപനം സൃഷ്ടിക്കുകയും അതിലെ യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ, മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒരു ഇടതുപക്ഷ ചിന്താഗതിയൊന്നും, ഇടതുപക്ഷ ജനാധിപത്യ മതേതര ചിന്താഗതികൾ ഇല്ലാത്തവരാണ് എന്ന വ്യാഖ്യാനമൊന്നും എനിക്കില്ല. അങ്ങനെയുണ്ട്. അവരും അങ്ങോട്ടേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായിരിക്കണം രാഷ്ട്രീയ ലക്ഷ്യം. മറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ CPIMO ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ, ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത ഇളക്കി വിട്ട് വോട്ട് നേടാനും രക്ഷപ്പെടാനും കഴിയും എന്ന് വിശ്വസിക്കുന്ന മൗഢ്യം അവർക്കുണ്ടിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. വർഗീയത ശാശ്വതമായി നിലനിൽക്കില്ല എന്ന ഒരു മതതീവ്രവാദത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗിൽ നിന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മത തീവ്രവാദത്തോടുള്ള സന്ധിയില്ലാത്ത സമരം, അത് പക്ഷേ അതിന് മുസ്ലിം ലീഗ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഷാക്കിർ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ SDPI, PDP ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഉപരിപ്ലവമായിട്ടുള്ള ചില ക്രിയകൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവരെ തള്ളിപ്പറയാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മതതീവ്രവാദത്തെ, ഇസ്ലാമിക മതതീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? താങ്കൾക്ക് പറയാൻ പറ്റുമോ? അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാനത് കാണുന്നത് എങ്ങനെയാണെന്നറിയോ അനിൽ നമ്പ്യാർ? ഒരു കാലഘട്ടത്തിൽ 2015-16 വരെയുള്ള കാലഘട്ടത്തിൽ മത തീവ്രവാദത്തിനെതിരായ തീവ്രമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ ഇപ്പുറത്ത് മറ്റൊരു മതതീവ്ര വികാരവും തീവ്രമായ രാഷ്ട്രീയ ചിന്തയും ഉയർന്നു വന്നപ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് BJPയെ തന്നെയാണ്. BJPയുടെ രാഷ്ട്രീയത്തിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ ഇപ്പുറത്തൊരു മതതീവ്രവാദം അല്ലെങ്കിൽ മതപരമായ ഐക്യപ്പെടൽ ആവശ്യമാണെന്ന മിഥ്യാബോധം ഒരു പക്ഷേ മുസ്ലിം സമൂഹത്തെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ബാധിച്ചു കാണും. ബാധിച്ചു കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 16-17 കാലഘട്ടത്തിന് ശേഷമുള്ള തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ സ്വല്പം അയവ് വരുത്തി ഇവരോടൊക്കെ ഒന്ന് സമരസപ്പെട്ട് നിൽക്കുക എന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ആ പൊതുസമൂഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു കാരണവശാലും മതത്തോടും മതതീവ്രവാദത്തിനോടും മാത്രമായി സമരസപ്പെട്ട് നിന്നാൽ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം ലഭ്യമാവുകയില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥ മതേതരവാദികളായി നിന്നാൽ മാത്രമേ അവർക്ക് കോൺഗ്രസിനായാലും അതേപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനായാലും ഈ നാട്ടിൽ അക്സെപ്റ്റൻസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി വരും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ആണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒരു പ്രചാരണത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് CPIM എന്നാണ് ഇപ്പോഴത്തെ പ്രതിഫലനം കൊണ്ട് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ഷാക്കിർ, മതത്തിൽ നിന്നും മാറി നടന്ന മുസ്ലിം ലീഗിന് നിലനിൽപ്പുണ്ടോ? അല്ല, മതത്തിൽ നിന്ന് മാറി നടക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല. മതവിശ്വാസമാണ്. മതേതരവാദി എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയായിരിക്കും. മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റ് മതവിശ്വാസികളോട് സാഹോദര്യത്തോടെ നിൽക്കുക,
അതുപോലെ തന്നെ പിന്നെ എല്ലാവരുമായും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ രാജ്യത്തെ കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകും. നമ്മളത് ജീവിച്ച് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കുന്ന സീറ്റുകളിൽ മുസ്ലിംകളുടെ വോട്ട് മാത്രമല്ല കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? വോട്ട് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി ചെയ്യുന്ന ഏർപ്പാടല്ലേ. മുസ്ലിം ലീഗിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ ശ്രീ PC ജോർജിനോട്, അദ്ദേഹത്തെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ചാനൽ ചർച്ചയിൽ കിട്ടുന്നത്. അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് കാലം നിയമസഭാ സാമാജികരൊക്കെയായി പൊതുപ്രവർത്തന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും പ്രവർത്തിച്ചുള്ള അദ്ദേഹം ഈ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. ജനം TV പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി യൂട്യൂബിലൊക്കെ അത് കാണാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മുഴുവൻ മുസ്ലിംകളും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ നോക്കി, ശ്രീ അനിൽ നമ്പ്യാരാണെങ്കിലും ഈ ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ആണെങ്കിലും നമ്മൾ ഇത് കേൾക്കുന്ന എല്ലാവരും നമ്മൾ ഇവിടെ ഈ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആരാണ് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി പെരുമാറിയതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അങ്ങനെ മോശമായി പിന്നെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ് ഒട്ടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തിനാണ് ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത്? അതാരെങ്കിലും വിശ്വസിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പിന്നെ ഒരുപാട് കാലമായി അച്യുതാനന്ദന്റെ കൂടെ മല കയറാനും അതുപോലെ തന്നെ ഇപ്പുറത്ത് ശക്തമായി പിണറായി എതിർക്കാനും ഒക്കെ നിങ്ങൾ നിന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്ട്രോങ് നിലപാടുകൾ എല്ലാവർക്കും അറിയാം, അതിന് വിയോജിപ്പുമുണ്ട് രാഷ്ട്രീയപരമായി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വർഗീയമായി നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് ദയവായിട്ട്, നിങ്ങൾ BJP രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നറിയാം, എന്നാൽ പോലും BJP-ക്കാർ പോലും പറയാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത് എന്ന് വളരെ വിനീതമായി നിങ്ങളോട് നിങ്ങളെയൊക്കെ നേരത്തെ സ്നേഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലക്ക് വളരെ വിനീത അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ബന്ധമാണെന്ന്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെയും ആളുകളെയും കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നത് അത് ജനം TV-യിൽ ഇരുന്നാലും തിരക്കില്ല, BJP-യിലായാലും തിരക്കില്ല. അത് നിങ്ങൾ പുനരാലോചന നടത്തണം. നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇഷ്ടമാണ്, നമ്മളതിൽ ഇടപെടാൻ വരുന്നില്ല. പക്ഷേ ഇല്ലാ കഥ പറയുമ്പോൾ ആളുകൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, ശത്രുത ഉണ്ടാക്കാൻ നിങ്ങൾ ദയവായി അവസരം ഉണ്ടാക്കരുത് എന്ന് വളരെ വിനീതമായി പറയാണ്. പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. അദ്ദേഹം നേരത്തെ അടുത്ത് സുരേഷ് ബാബു പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ്. പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, 8.5 കൊല്ലമായി ഈ ദുർഭരണത്തിൽ CPM-കാർ ഉൾപ്പെടെ ഇവർക്കെതിരാണ്. അത് മറച്ചു വെക്കാനും പിന്നെ ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ ഇതുപോലെ ചാനലുകൾ, ഇപ്പൊ ജനം TV തന്നെ CPM-നെതിരാണല്ലോ. ഇന്ന് എന്താ ചർച്ചക്കെടുത്ത വിഷയം? നോക്കൂ നിങ്ങൾ, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ? ആ വിഷയം ചർച്ച ചെയ്യാവാതിരിക്കാൻ തെരഞ്ഞെടുപ്പുകൾ വന്നാൽ ഇവർ കാഫിർ സ്ക്രീൻഷോട്ടും പോലെ വ്യാജമായി നിർമ്മിച്ച് ജനങ്ങൾക്കിടയിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നു. പാലക്കാടാണെങ്കിൽ ട്രോളി ബാഗ് പോലെയുള്ള അത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നു. ജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? അടിസ്ഥാന ജനങ്ങളെ ബാധിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്, പലജാതി പ്രശ്നങ്ങളുണ്ട്. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരള ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ശരി, ആയിക്കോട്ടെ. 1.5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, വലിയ ഭൂരിപക്ഷത്തിൽ വരും. പിണറായി വിജയനും പിണറായിയുടെ പക്ഷെ നിങ്ങളിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും CPM-നോട് കൂറാണല്ലോ. പിണറായിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ലീഗിൽ, മുസ്ലിം ലീഗ്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഷാക്കിറിനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നിങ്ങളിൽ ഒരു വിഭാഗം ഇപ്പോഴും പിണറായിയെ പിന്തുണക്കുന്നവരില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇടയ്ക്ക് ചർച്ചകളൊക്കെ നടന്നതല്ലേ, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇനിയും ഭരണമില്ലാതെ മുസ്ലിം ലീഗിന് ഇരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ CPM-ഉമായിട്ടും ഇടതുപക്ഷവുമായിട്ട് കൈകോർക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിലില്ലേ? നിങ്ങൾ തെറ്റായ പ്രസ്താവനയാണ്. ഒന്നുകിൽ നിങ്ങൾ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന. ഞാൻ പറയട്ടെ, ആർക്കാണ് പിണറായി വ്യക്തിപരമായി ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് ഇപ്പൊ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ പല നമുക്ക് താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കാം. അത് രാഷ്ട്രീയമായിട്ടുള്ള ഇഷ്ടമല്ല, അത് രാഷ്ട്രീയ ഇഷ്ടമല്ല. നിങ്ങൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട. ആ സാഹചര്യം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിണറായിയുടെയും ഗോവിന്ദന്റെയും നമ്മൾ ചൂണ്ടയിൽ കൊത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ അവർ ശൈലി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ CPM ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ? നിരാശാകാമുകരായിട്ടാണ് CPM ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പ്രണയ പകയാണ് CPM. ഗൂഢാലോചനയാണ്. ഷാക്കിർ ഒരു നിമിഷം. PC വെടക്കാക്കി തനിക്കാക്കുക ഒരു സ്വഭാവം, ആ ഒരു തന്ത്രമാണോ CPM പയറ്റുന്നത്? വെടക്കാക്കി തനിക്കാക്കുക. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് വൃത്തികെട്ട നയവും സ്വീകരിക്കുന്നവരാണ്, എനിക്കൊരു സംശയമില്ല. വെടക്കാക്കി തനിക്കാക്കും, ഇല്ലെ വെടക്കാക്കി നശിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ സാക്കീർ ഇവിടെ പറഞ്ഞതിൽ വലിയ വ്യത്യാസമുണ്ട്. അവര് വലിയ മാന്യന്മാരാണ് എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടുണ്ടായ സംഭവം അത് നിഷേധിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, വേണ്ടെന്ന്. പൂഞ്ഞാറ്റിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായി, എനിക്ക് 28,000 വോട്ട് ജയിച്ച ഞാൻ എങ്ങനെ തോറ്റു?
ഞാൻ ആകെ ചെയ്ത പാപം എന്താണെന്നറിയാമോ നമ്പ്യാരെ? ശബരിമലയിലേക്ക് പിണറായി വിജയൻ പെണ്ണുങ്ങളെ കൊണ്ടുപോയി, ഞാൻ കയറി തടഞ്ഞു. സാധ്യമല്ലെന്ന് പറഞ്ഞു. കാരണം ഈ ശബരിമല പൂഞ്ഞാറെ ബന്ധപ്പെട്ട സ്ഥലമാണ്, മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം പള്ളികളിൽ മുഴുവൻ 7 മഹലിൽ പ്രസംഗിച്ചു. PCR ഹിന്ദുക്കളുടെ ആളാണ്, നമ്മുടെ ശത്രുവാണ്. ഒന്ന് ആലോചിച്ച്, അങ്ങനെ പിന്നെ മുസ്ലിങ്ങൾ ചിന്തിക്കാവോ? ആ നിലയിൽ പോയി എന്ത് പറ്റി? 27,000 വോട്ടുള്ള മുസ്ലിമിൽ 300 വോട്ടാ. ഞാൻ കണക്കൊക്കെ എടുത്തു, 300 വോട്ടാ എനിക്ക് കിട്ടിയ, ബാക്കി മുഴുവൻ അപ്പുറേ പോയി. ഞാൻ അങ്ങനെ തോറ്റത്. അപ്പൊ സാക്കീർ പറയുന്നത് മുഴുവൻ ശരിയല്ല. കുഞ്ഞാലിക്കുട്ടി സത്യം അറിയാൽ, കുഞ്ഞാലിക്കുട്ടി ചോദിച്ച സക്കീർ, അപ്പൊ കുഞ്ഞാലിക്കൂടെ പറഞ്ഞു തരും. ഞാൻ ഇതിന്റെ പേരിലൊന്നും നിങ്ങളോട് തർക്കത്തിനൊന്നുമില്ല, വഴക്കിനുമില്ല. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം, ഞാൻ എന്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പി സി? ഇനി ഒരു ടേം കൂടി അധികാരമില്ലാതെ ഇരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കുമോ? കാണുകയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കാണുകയില്ല. ഒരു തവണ കൂടെ അധികാരമില്ലാതെ വന്നാൽ മുസ്ലിം ലീഗ് തീർന്നു പോകും, ഓൾ ഇന്ത്യ ലെവലിൽ തീർന്നു പോകും. ഇവിടെ ഓൾ ഇന്ത്യ ലീഗ് എന്ന് പറഞ്ഞാലും കേരളത്തിലുള്ള ലീഗല്ലേ ഉള്ളൂ, വേറെ എവിടെ ലീഗ്? അപ്പൊ ആ ലീഗിന് കഷ്ടകാലമാവും. അത് ഒരു ഭരണത്തിൽ വരാൻ വേണ്ടി അവർ ഏത് മാർഗവും സ്വീകരിക്കും. വേണ്ടി വന്നാൽ പിണറായി വിജയൻ വീണ്ടും, ഞാൻ പറയും, നിങ്ങൾ മനസ്സിൽ കണക്ക് നോക്കണം നമ്പ്യാരെ. പിണറായി വിജയൻ കാര്യം വളരെ വൃത്തികെട്ട ഭരണമാണ്, എന്ത് വൃത്തികേടും ചെയ്യും. ഈ രാജ്യത്ത് ആരെയും കൊള്ളയടിക്കും, ആരെയും കൊല്ലും. എത്ര എണ്ണത്തിനെ കൊന്നു ഇപ്പൊ? ഇതൊക്കെ ചെയ്താലും അയാളുടെ കൊടുത്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണം മനസ്സിലാക്കണം. SNDP എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഈഴവ സമുദായമാണ്. ആ സമുദായത്തിൽ 60% ഇപ്പോഴും പിണറായി വിജയനോടൊപ്പമാണ്. ആ 60-ന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ ഇപ്പൊ തർക്കം നടക്കുക. പുള്ളിയുടെ കളിയുടെ ഭാഗമായി ഒരു ഒറ്റ മുസ്ലിങ്ങളെ പിന്തുണ കൊടുത്താൽ അയാൾ വീണ്ടും അധികാരത്തിൽ വരും. അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് തീർന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇപ്പൊ ഒരു ആവേശമൊക്കെ വന്നിട്ടുള്ളത്. നന്നായി. പക്ഷേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോവാണ്. നമ്മൾ മനസ്സിലാണ്, ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയല്ല, ആകെ 11%. പക്ഷേ നായരും അതുപോലെ തന്നെ വലിയ വലിയ സമുദായമല്ല. പക്ഷെ ഇവിടുത്തെ ഈഴവനും നായരും ക്രിസ്ത്യാനിയും ഇവിടുത്തെ SC/ST വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇതെല്ലാം തീരും. പിണറായിയുടെ കച്ചവടം നടക്കില്ല. അത് പിണറായിക്ക് അറിയാം. അതിനുള്ള കളിയാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഒരു പുസ്തകം കാണിച്ചില്ല, ഇതൊന്ന് വായിച്ചേ നമ്പ്യാരെ. മുഹമ്മദ് ഗസയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായി കാണുന്ന ഈ പുസ്തകം ഒന്ന് വായിക്കണം നമ്പ്യാരെ. ഇത് വായിക്കുന്ന ഏതെങ്കിലും ഹിന്ദു അല്ലെ ക്രിസ്ത്യാനി മുസ്ലിമിനെ സ്നേഹിക്കും? ഇതാണ് പ്രശ്നം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഹിന്ദു ക്രിസ്ത്യൻ കൊലപാതകങ്ങൾ അതിലെ ചരിത്രം പറഞ്ഞിരിക്കുക. ഞാൻ ഞടുങ്ങിപ്പോയി അത് വായിച്ചപ്പോൾ. അപ്പൊ ഇതൊക്കെ സത്യമാണ്. അപ്പം ഈ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സാക്കറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വായിക്കണം. ഇങ്ങനെയും നമ്മുടെ പൂർവികന്മാർ കൊള്ളയും കൊലയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മൾ സ്വല്പം ക്ഷമയും സ്നേഹവും കാണിക്കണം. നമ്മൾ സഹാനുഭൂതിയോട് പോകണം എന്ന് ചിന്തിക്കാനുള്ള ബാധ്യതയുണ്ട്. മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടായി? EM ശങ്കരൻ തമ്പുരാൻ കൊടുത്തല്ലേ മലപ്പുറം ജില്ല? ആ മലപ്പുറം ജില്ലയിലെ 100% മുസ്ലിം അല്ല, അവിടെ 70% മുസ്ലിമുകൾ, ബാക്കി 30% ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്, 2% ക്രിസ്ത്യാനിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ നമുക്കെല്ലാം നമ്മുടെ ഭരണ സംവിധാനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കി പോകാനുള്ള മര്യാദ നമ്മൾ പരസ്പരം കാണിക്കണം. അതല്ലാതെ എല്ലാത്തിനും തട്ടിക്കളയും, എല്ലാം ഞങ്ങൾ കൈയിറക്കിക്കളയും. ആ സ്വഭാവമൊക്കെ മാറ്റണം. നമുക്ക് പരസ്പരം എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആലോചിച്ച് നമ്പ്യാരെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. എത്രയോ ദുഃഖകരമായ സംഭവം. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു മനുഷ്യയില്ലായിരുന്നു, എത്രയോ കൊലപാതകങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുമായിരുന്നു. അയാൾ ഹിന്ദുവാ. ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരിച്ചത്, വെടികൊണ്ട് മരിച്ചത്. ആ മനുഷ്യൻ ചെയ്ത നല്ല മഹത്തായ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കണ്ടേ? പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിം സഹോദരങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് കൊടുത്തവരായ ഇന്ത്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നെഹ്റു മുസ്ലിം ആയിരുന്നാ പറഞ്ഞത്, വേറൊരു കാര്യം പോരെ. ഇത് പറയാൻ പറ്റുന്ന കാര്യമല്ല, ഞാനങ്ങ് പറയുക. അപ്പൊ വഖഫ് ബോർഡ് എങ്ങനെ ഉണ്ടായത്? സാക്കർ അറിയില്ല. അല്ല, വഖഫ് ബോർഡ് എങ്ങനെ സമ്പന്നമായത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ ആരാ ഇപ്പോ? റെയിൽവേയാ. രണ്ടാമത് പട്ടാളമാ. മൂന്നാമത് നമ്മുടെ ഈ നമ്മുടെ ഈ അതാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊക്കെ എങ്ങനെ പോവും? ഇതൊക്കെ കാര്യങ്ങൾ സാക്കർ ഒന്നുകൂടെ പഠിക്കുക. അപ്പൊ PCR പറഞ്ഞത് ശരിയാന്ന് മനസ്സിലാവും. പിന്നെ എന്നെ ചുമ്മാ ചീത്ത പറയും, ഞാൻ അതുപോലെ ചീത്ത പറയും. എന്നോട് ക്ഷമിച്ചേക്ക്, സഹോദരനല്ലേ. ഓക്കെ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു.
ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്നാണല്ലോ ആക്ഷേപം. അത് സുരേഷ് ബാബു വക്കീലിൻ്റെ പാർട്ടിയാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലേ പറയുന്നത്. മുസ്ലിം ലീഗും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരിൽ തന്നെ മുസ്ലിം എന്നുണ്ട്. അതെങ്ങനെയാണ് വർഗീയ പാർട്ടി അല്ലാതാവുന്നത്? നിങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങളും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് ഒരു നിഗമനം ഞങ്ങളുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ ഉണ്ടതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. വക്കീലേ, എന്തിനാ അനിൽ നമ്പ്യാർ അത് സ്വയം ഏറ്റെടുക്കുന്നത്? വർഗീയ പാർട്ടിയാണ് അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഇല്ല അല്ല അതുണ്ട് അതെ അല്ല വർഗീയ പാർട്ടിയാണ് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിക്കുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത് വർഗീയ പാർട്ടിയാണ് എന്ന് ഒരിക്കലും ഒരിടത്തും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒന്നും ഇല്ല, പക്ഷെ അവർ പോലും അതൊരു വർഗീയ പാർട്ടിയാണ് എന്ന വ്യാഖ്യാനം നടത്താതെ ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഞങ്ങൾ ഒരേപോലെ എതിർക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതെ, അല്ല, ഭൂരിപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത് കൊണ്ട് എന്തിനാണ് അനിൽ നമ്പ്യാർ അത് BJP ആണെന്ന് വ്യാഖ്യാനിക്കുന്നത്? പിന്നെ ആരാ? അതിനകത്ത് വേറെ ധാരാളം ഭൂരിപക്ഷ വർഗീയതയുടെ പ്രതികരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മളൊരു ക്രിമിനൽ കോടതിയിലെ കയറി സാക്ഷിയെ വിസ്തരിക്കുന്നത് പോലെ അങ്ങനെ ട്രാപ്പ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. എന്നിൽ നിന്ന് അത് വീണ് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണെന്ന നാമകരണം ഞങ്ങൾ അദ്ദേഹത്തിന് ആ പാർട്ടിക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ആ പാർട്ടി ഭൂരിപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുകയും അതിൽ വിജയിച്ച് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു എന്ന പച്ചയായ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള നിലപാട്. ഓക്കെ, ഷാക്കിർ, പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പ്രതികരണം അദ്ദേഹം പിൻവലിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നടപടി? എന്തായിരിക്കും? അദ്ദേഹത്തെ തിരുത്താൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ? അല്ല, അദ്ദേഹത്തെ തിരുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ തന്നെ അത് മാനവ കുലത്തിന് തന്നെ ഉപദ്രവകാരികളാണ്. നിങ്ങൾക്കറിയാലോ, ഒരു നിൽക്കുന്ന രാജ്യത്തോട് കൂറില്ല, നിൽക്കുന്ന പ്രസ്ഥാനത്തോട് കൂറില്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ ആദർശന്മാരെ അവരെ വെട്ടിക്കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂടെ കടന്നിറങ്ങിയ ആളെയും നേരം വെളുക്കുമ്പോഴത്തേനും കൊല്ലാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ തിരുത്താനോ അല്ലെങ്കിൽ CPM തിരുത്താനോ കഴിയില്ല. പ്രത്യേകിച്ചും ചില സംഗതികൾ കഴിയാൻ നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ പ്രബുദ്ധരാണ്, കൃത്യമായി അവർക്ക് പിന്നെ ബോധമുണ്ട്. അപ്പോൾ അത്തരം സംഗതികളൊന്നും ഇവരെ വില പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ഉദ്ദേശവും രാഷ്ട്രീയമാണ്. അവർ മറ്റു പലതിൻ്റെയും അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. അത് മലയാളികൾക്കറിയാം. ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. ശ്രീ PC ജോർജ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റു, BJPയുടെ സ്ഥാനാർത്ഥി പിന്തുണയിൽ മത്സരിച്ചു, അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അത്രയും കാലം അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ 95% കാലവും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം നടത്തിയ ചർച്ചകൾ, അദ്ദേഹം ഇതേപോലെ ചാനൽ ചർച്ച പറഞ്ഞതൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ നേരിട്ടും അല്ലാതെയും കേട്ടതാണ്. അതിന് ഘടകവിരുദ്ധമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മുസ്ലിംകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്നാണ്. അത് ചെയ്യില്ല എന്ന് ഉറപ്പല്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് BJP സീറ്റ് തരും. നിങ്ങൾ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏതോ പുസ്തകം പൊക്കി പിടിക്കുന്നു. ഒരു വാക്ക് കേക്കൂ. ഞാൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല. ഈ മടയത്തരം പറയുന്നത് ഞാൻ 2021 മത്സരിച്ച് ഒറ്റയ്ക്കാണ്. ഒരു BJPയുടെ പിന്തുണ എനിക്കില്ല. BJPയുടെ സ്ഥാനാർത്ഥി വേറെ ഉണ്ട്. അതൊക്കെ 2000 ചില വോട്ടേ കിട്ടിയുള്ളൂ. എന്നിട്ട് മടയത്തരം സാക്കിർ പറയുന്നത് ഞാൻ ഒരിക്കലും BJPയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചില്ല കേട്ടോ. അബദ്ധം പറയരുത്. മത്സരിക്കും.
അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോ BJP യുടെ മത്സരിക്കും. നിങ്ങൾക്കറിയാലോ അവിടെ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അവിടെ നിന്ന് അറിയാലോ. അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇല്ലേ നിങ്ങൾ ചില വിവാദങ്ങളിൽ പെട്ടോ, നിങ്ങളെ പിന്നെ പ്രസ്താവനകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണല്ലോ. സ്വാഭാവികം ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തതിന് ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇപ്പൊ നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു, ശ്രീ പിന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനെ കൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. ഞങ്ങൾ കൃത്യമായി പറയുന്നു, മുസ്ലിം ലീഗ് എന്ന് പേരുള്ളത് കൊണ്ട് ലീഗ് വർഗീയമാവും അത്രേ. എന്നാൽ BJP ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് പേര്, അത് വർഗീയതയാവില്ല. നമ്മൾ എന്താണ് ഒന്നിനെ കുറിച്ച് വിലയിരുത്തുക? ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സംഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവര് ട്രാക്ക് റെക്കോർഡ് നോക്കൂലേ? മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത് ഷാക്കിറെ? അല്ലാന്ന് പറയാൻ പറ്റും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്? മാത്രമല്ല, ഒരു മിനിറ്റ് ശ്രീ അനിൽ നമ്പ്യാർ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ രാജ്യത്ത് പുതുതായി എന്തെങ്കിലും നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ പലരും സമരം നടത്തും, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ അതിന്റെ പിന്നാലെ സമുദായ സംഘടനകളും മറ്റൊക്കെ പല ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷേ ഈ സംസ്കൃത സർവകലാശാല കേരളത്തിൽ എങ്ങനെ വന്നതാണ്? ആരുടെ ആവശ്യമാണ്? ആരാണ് നടപ്പിലാക്കിയത്? വേദങ്ങളുടെ ഭാഷയല്ലേ സംസ്കൃതം. ആ ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്തല്ലേ? ആരെങ്കിലും തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന് ഒരു സ്മാരകം പണിയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമോ? ഷാക്കിറെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന് ഒരു സ്മാരകം പണിയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമോ? ഒറ്റ കാര്യം കൂടെ, നിങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു, നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞൊരു കാര്യം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ ഡോക്ടർ M.K. മുനീറിന് ഒരു സമ്മാനം കൊടുത്തിരുന്നു. എന്തിനായിരുന്നു എന്നറിയും? അതുപോലെ PKK ബാബ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോ ശബരിമലയിലേക്ക് നിർമ്മിച്ച റോഡിനെ കുറിച്ച് പറഞ്ഞതും കേരളം ചർച്ച നിങ്ങൾക്കറിയില്ലേ? ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയല്ല, ന്യൂനപക്ഷ ജനവിഭാഗത്തിന് വേണ്ടി ഇന്ത്യയിലെ നിയമവും ജനാധിപത്യവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സംസ്കൃത സർവകലാശാല ഒരു ഉദാഹരണം മാത്രമാണ്. എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല. തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന് സ്മാരകം പണിയാൻ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമോ എന്ന എൻ്റെ ലളിതമായ ഒരു ചോദ്യത്തിന് ഷാക്കിർ മറുപടി നൽകിയിട്ടില്ല. മുൻകൈ എടുക്കുമോ? നിങ്ങൾ മതേതര പാർട്ടിയാണെങ്കിൽ, നിങ്ങൾ വർഗീയ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ തീർച്ചയായും പരിഗണിക്കും. എത്ര കാലമായി നിങ്ങൾക്കേ സംശയമുള്ളൂ, മലയാളികൾക്ക് സംശയമില്ല. എന്നാലും നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പാലോളി മുഹമ്മദ് കുട്ടി ഒരു ഭൂതത്തെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ഭൂതം ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.